അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രാവിലെയൊക്കെ ചെറിയൊരു തണുപ്പാ. മദ്രസക്ക് പോകാൻ വേണ്ടി നീച്ച് പുറത്തിറങ്ങിയതാ. ഇപ്പം നേരൊന്നും ഇല്ലാത്തോണ്ട് ചെടി കാര്യങ്ങളൊന്നും നനച്ചിട്ടില്ല. സാധാരണ ഒരു ദിവസം എല്ലാ ദിവസവും നനക്കണം. ഇപ്പൊ 2 ദിവസമായിട്ട് നനക്കാൻ പോലും നേരം കിട്ടില്ല. അങ്ങനത്തെ പണി. വരേക്ക് ഉറങ്ങാന് 2 ദിവസമായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇന്ന് ഉറങ്ങണം. മദർസ് കൊണ്ടിട്ട് തിരിച്ചു വന്നാണ്ട് ഉറങ്ങണം. അല്ലെങ്കിൽ മദർസ് കൊണ്ടിട്ട് തിരിച്ചു വന്നാലും പണിയിക്കാരം, പോയാലും പണിയിക്കാരം, വന്നാലും പണിയിക്കാരം. ഒരു സമയം ഒഴിവില്ല. അങ്ങനെ നമ്മളിങ്ങനെ ക്ഷമിച്ചിരിക്കണം. കാരണം എന്താ വെച്ചാലേ, ഒരു ദിവസം നല്ലോണം പണി ഉണ്ടാവുമ്പോ 2-3 ദിവസമൊക്കെ ഇങ്ങനെ പണി ഉണ്ടാവുമ്പോ ദിവസം നമുക്ക് ഒഴിവുണ്ടാവും. ഒഴിവിനും വേണ്ടിയിട്ട് നമ്മള് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. കാരണം കുറെ ദിവസം നമുക്ക് ഒഴിവുണ്ടേനു. അത് കഴിഞ്ഞിപ്പോ കുറച്ച് ദിവസം ജോലി, അത് കഴിഞ്ഞ് കുറച്ച് ദിവസം ലീവ്, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. നമ്മളെല്ലാ ദിവസവും ഒരേ മാതിരിക്കാണ്. അപ്പോ നമ്മൾ മദ്രസക്ക് പോവാ ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞ് വന്നാ ഒന്ന് കുറച്ചു നേരം കിടന്നുറങ്ങാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയില്. വേറെ ജോലിയൊന്നും ഇല്ല, തിരിച്ചു ജോലി എടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിന്റെ ഇടയിൽ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. 2 മണിക്കൂറൊക്കെ ഉറങ്ങാൻ ഇൻഷാ അല്ലാഹ്. അന്നലെ ഉറങ്ങിയപ്പോ 12 മണി 1 മണിയൊക്കെ, അങ്ങനത്തെ ഡ്യൂട്ടി. രാവിലെ നമ്മൾ വന്നപ്പോഴേ വെള്ളം കുറവേനു ടാങ്കിൽ. അപ്പം വെള്ളം ഓർഡർ ചെയ്തു. വെള്ളം വണ്ടി വന്നു. ഇങ്ങനത്തെ ഒരു ടാങ്കറാണ് വരിക. ആഴ്ചയിൽ ഇങ്ങനത്തെ ഒരു ടാങ്കർ ആവശ്യമുണ്ടോ, നിർബന്ധം. നമ്മൾ ഈ ഭാഗത്തൊക്കെ കണ്ടോ ജോലിക്കാർ പണിയെടുക്കണേ, നമ്മളെ ഈ റോഡിൻ്റെ വർക്കേഴ്സ് കേട്ടോ. ഡ്രെയിനേജിൻ്റെ പണി ഉണ്ടല്ലോ, മറ്റേ കുടിവെള്ളവും മറ്റേ നമ്മൾ വേസ്റ്റ് വാട്ടറും കാര്യങ്ങളൊക്കെ അതിന് വേണ്ടി കുഴി കുഴിക്കുക. നല്ല ആഴത്തിൽ കുഴിക്കുന്നുണ്ട്. നമ്മളെ നാട്ടിലത്തെ പോലെ ചെറിയ ഒരു ആണിച്ചാലും ഉണ്ടാക്കിയാണ്ട് ആയിക്കൂടെ പൈപ്പ് ഇട്ടിട്ടുള്ള പരിപാടിയല്ല. നല്ല ആഴത്ത് കുഴിച്ച് അതിനുള്ള സേഫ്റ്റി മെഷർ എല്ലാ സെറ്റപ്പ്, എല്ലാ പരിപാടിയും കഴിഞ്ഞ് കോൺക്രീറ്റ് ഒക്കെ ഇട്ട് സെറ്റാക്കിയിട്ടാണ് ഇവിടെ ചെയ്യണത്. അതുകൊണ്ട് തന്നെ സമയം എടുക്കുന്നുണ്ട്, അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. നമ്മൾ ഈ റോട്ടിൽ കൂടെ വരുമ്പം ഭയങ്കര ശ്രദ്ധിച്ച് തരണം. ഇല്ലാന്നുണ്ടെങ്കിൽ അടിച്ചും അതിമ കൊണ്ടാണ്ട്. ഇനി ഈ ഓരോ ഗല്ലിക്കും ഇങ്ങനെ പോകട്ടോ. ഇത് അപ്പം നമുക്ക് സൊറാവും. വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല, വണ്ടി എന്നും പൊടിയേക്കാരം. ഞാൻ വിചാരിച്ച് രാവിലൊക്കെ മദ്രസ കൊണ്ടുപോയിട്ടാണ് വന്ന് കിടന്നുറങ്ങിക്കോന്നൊക്കെ വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചേ ഇനി ഫുള്ള് ലീവ് ആയിക്കാരെന്ന്. ഇനി പണിയൊന്നും ഉണ്ടാവില്ല. ഉച്ചയായപ്പോൾ സാധനം വാങ്ങാൻ വിട്ട് ഒരു 12 മണിയായപ്പോൾ കൂടി അടങ്ങി. ഇതൊക്കെയാണ് സൊറ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉറക്കം ഇങ്ങനെ നമ്മൾ ആഗ്രഹിച്ചിങ്ങനെ ഉറങ്ങിക്കാരം. ഇതിൻ്റെ ഇടയിലേക്കാരം ഇങ്ങനെ വിളിച്ചു. എന്തായാലും പണി ഇനി ഉച്ചയ്ക്ക് ശേഷമുള്ള പണിയൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നെ. അതോടുകൂടി മൂഡ് പോവുക. ഈ പണി ഇങ്ങനെ ആദ്യം പറയുമ്പോൾ തന്നെ ഒന്ന് കഴിഞ്ഞാൽ ഒന്നുണ്ട് എന്ന് അറിയുമ്പോൾ തന്നെ മൂഡ് പോകും. ഇത് കഴിഞ്ഞാൽ അപ്പോൾ എടുക്കണമല്ലോ എന്നുള്ളൊരു ഇതുണ്ടല്ലോ. ഇങ്ങനെ വരുമ്പോൾ വലിയൊരു ഇതൊന്നും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വരെയുള്ള പണി ഏതായാലും തന്നെ. ഇത് കഴിഞ്ഞിട്ട് വേറെന്തോ സാധനം വാങ്ങാം. മറ്റേ മെഡിക്കൽ ഷോപ്പ് പോകാൻ പറഞ്ഞു. മെഡിക്കൽ ഷോപ്പല്ല, മറ്റേ എന്തോ ഒരു ഇത് വരും മൊബൈലിൽ മാസം മരുന്നിൻ്റെ ലിസ്റ്റ് 1, 2, 3 പ്രാവശ്യമൊക്കെ വരും. എന്താ എൻ്റെ അഭിപ്രായം, ഒരു കീസ് നിറച്ച് മരുന്ന്, അതായത് വലിയൊരു കീസ്. ഇതിൽ കുടിക്കലോ അതോ കുളിച്ചാലോ മരുന്ന് എത്രങ്ങാനും മരുന്നാണ് ഒരു മനുഷ്യൻ കുടിച്ച് അത്ര തോനം മരുന്ന് മാസം കാണും മരുന്ന്. ഫ്രീ ആയിട്ടാണ് എങ്ങനെ കിട്ടുക. അതിങ്ങനെ എന്താ കാട്ടിൽ എനിക്ക് മനസ്സിലാണില്ല. കാരണം അത് മാത്രം മരുന്ന് മാത്രം കുടിച്ചാൽ പൈപ്പ് മാറും. അത്രയും തോനം മരുന്ന്. ഇതന്നെ പ്രശ്നമാണ്. ഈ മരുന്ന് ഓവറായിട്ട് ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ ഡോസ് മനസ്സിനെ നീച്ചെടുക്കാൻ കഴിയില്ല. അത്രയും തോനം മരുന്ന് കുടിച്ചാൽ. ഗുളിക ഇങ്ങനെ കുടിച്ചു ഒരു ദിവസം ഒരു 5-10 ഗുളിക. എന്തിനും ഗുളിക, പ്രോട്ടീന്, വൈറ്റമിന്, മറ്റേ ഒമാഗ 3, മറ്റേ 3, മറിച്ച 3 പറഞ്ഞിട്ട് അങ്ങനെ ഗുളിക. ഈ ഭക്ഷണത്തിൽ എന്തെങ്കിലും കൂടെ യൂട്യൂബ് കണ്ട അതിനൊക്കെ ഗുളിക. അതായി കഴിഞ്ഞാൽ തന്നെ പ്രശ്നമാണ്. ചിലവർ യൂട്യൂബ് മരുന്നുണ്ട് കുടിച്ചിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞതിന് പുറമെ വേറെ മരുന്ന്. എന്തൊക്കെയാണ് കൂട്ടലാണ്. എന്തായാലും നമ്മൾ സഹിച്ചല്ലേ പറ്റുള്ളൂ. പണിയെടുക്കുക, വരിക, കിടന്നുറങ്ങാനൊക്കെ സമയം ഉണ്ടാവില്ല. കിടന്നുറങ്ങലൊക്കെ ഉണ്ട്. എന്നാലും ഇപ്പം ഈ വെയിലായി കഴിഞ്ഞിട്ടേ പെട്ടെന്ന് കാലാവസ്ഥ അങ്ങോട്ട് മാറിയപ്പോൾ ഒരു നേക്കില്ല.
അങ്ങനത്തെ ഒരു പ്രശ്നം അല്ലാതൊന്നുമല്ല.